CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിൽ. നഗരസഭ പട്ടണത്തിൽ സജ്ജമാക്കിയ CCTVകളും മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ RRF കെട്ടിട സമുച്ചയവും മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. മലപ്പുറം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്ത് മങ്കട പോലീസ്. മങ്കട ടൗണിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിലാണ് ഇവർ പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടത്തിവന്നത്. ഒറ്റപ്പാലം RS റോഡിൽ പുലിയെ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവർ. കാൽപ്പാടുകൾ പരിശോധന നടത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വിദഗ്ധ പരിശോധനയ്ക്കായി കാൽപ്പാടുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. CPIM-ന് ഈശ്വരവിശ്വാസമുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സർക്കാരിന്റെ ശബരിമല നിലപാട് ആചാരമൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. യുവതീ പ്രവേശന കാലത്ത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത സർക്കാരാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ നഗരസഭ കാര്യാലയത്തിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PT ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിൽ. നഗരസഭ പട്ടണത്തിൽ സജ്ജമാക്കിയ CCTVകളും മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ RRF കെട്ടിട സമുച്ചയവും മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. മഞ്ചക്കൽ മുതൽ കാക്കാത്തോട് വരെയും കച്ചേരിക്കുന്ന്, ഹൈസ്കൂൾ റോഡ്, ഒറ്റപ്പാലം റോഡ് എന്നിവയുൾപ്പെടെ 14 ഇടങ്ങളിലാണ് നഗരസഭ 15 ലക്ഷം രൂപ ചെലവിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. നഗരസഭ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ദൃശ്യങ്ങൾ പരിശോധിക്കാവുന്ന വിധത്തിലാണ് ക്യാമറകളുടെ ക്രമീകരണം. കൂടാതെ 1,35 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ RRF കെട്ടിട സമുച്ചയവും മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭ നടത്തിയ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നഗരത്തെ മുഴുവൻ നിരീക്ഷണത്തിലാക്കുന്ന CCTV 37 CCTV ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെയും പിന്നെ വളരെ ശ്രദ്ധേയമായൊരു നേട്ടം അതിദരിദ്രരില്ലാത്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിൻ്റെയും ഉദ്ഘാടനം അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഇതിലേറ്റവും എല്ലാം പ്രധാനമല്ല, 3 പ്രധാനമാണ്. പക്ഷേ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഈ നഗരസഭ നടത്തിയ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് മന്ത്രിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ സമയം വിനിയോഗിച്ചിട്ടുള്ളത്. ചിലരൊക്കെ പറയും എനിക്ക് പ്രാന്താണ് എന്ന് പറയും. ചിലരല്ല, എൻ്റെ മക്കളുടെ പ്രാന്തതല്ല, തലയിൽ മുഴുവൻ മാലിന്യമാണ്. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ മുഖം നോക്കാതെയുള്ള കർശന നടപടിയെടുക്കണം. മാലിന്യ സംസ്കരണ കാര്യത്തിൽ കേരളം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മൂലം കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു. വലിയ മാറ്റമല്ലേ ഉണ്ടായത്? 2 കൊല്ലം മുമ്പ് കേരളത്തിലെ 47% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാത്രമാണ് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തിരുന്നത്. 47,000 ടണ്ണാണ് 2 കൊല്ലം മുമ്പ് നമ്മൾ ശേഖരിച്ചത്. ഇപ്പൊ 98% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്നു. 1,52,000 ടണ്ണായി എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയായിട്ട് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് കൂടി. ഇത്രയും കാലത്ത് എന്താ ചെയ്തിരുന്നത്? വലിച്ചെറിയലാണ്. വലിച്ചെറിയൽ ഇപ്പോഴും തീരെ ഉണ്ടായിട്ടില്ല. അത് പിടിക്കാനാ ക്യാമറ.
ഇന്ന് നമ്മൾ ഈ എതിർപ്പിനെയൊക്കെ നേരിട്ട് ശരിയാണെന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിന് ഗവൺമെന്റ് ശക്തമായിട്ട് നിന്നപ്പോൾ ഇന്ന് രാജ്യം അംഗീകരിച്ച മാതൃകയായി ഹരിതകർമ്മസേന മാറി. ചെർപ്പുളശ്ശേരിയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. നഗരസഭ പ്രത്യേക സർവേയിലൂടെ കണ്ടെത്തിയ 137 അതിദരിദ്ര ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നത്. 64,006 അതിദരിദ്ര കുടുംബങ്ങളെ നമ്മൾ സർവേ നടത്തി കണ്ടെത്തി. ആ അതിദരിദ്ര കുടുംബങ്ങൾ ഓരോരുത്തരും അതിദരിദ്രരാവാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നിർണയിച്ചു. ആ കാരണങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചു. ആ മൈക്രോ പ്ലാൻ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നടപ്പാക്കി. 64,006 137 പേർ ചെർപ്പുളശ്ശേരി നഗരസഭയിലുണ്ട്. ആ 137 പേരെയും നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടാണ് ഇന്ന് അതിദാരിദ്ര്യമുക്ത നഗരസഭയായിട്ട് മാറുന്നത്. 3.5 കോടി ആളുകളുള്ള സ്ഥലത്ത് 64,000 അതിദരിദ്രത്തിൽ എന്നത് വേണമെങ്കിൽ കണ്ണടയ്ക്കാം, കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്ന്. പക്ഷെ ഗവൺമെന്റ് ചെയ്തത് ആ ഏറ്റവും എണ്ണത്തിൽ കുറഞ്ഞ അതിദരിദ്രരുടെ കാര്യം ഒന്നാമതിലെത്തുക. ചെർപ്പുളശ്ശേരി EMS സ്മാരക ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നഗരസഭ സ്വച്ഛ് സർവേക്ഷൺ അംബാസിഡർ കൂടിയായ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി വ്യാപാരി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ നഗരസഭ കാര്യാലയത്തിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PT ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ്. പതഞ്ഞു പൊങ്ങുന്ന പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക. പെരിന്തൽമണ്ണയിലെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ജീവനം പദ്ധതിയിലെ അഴിമതികൾ അന്വേഷിക്കുക, കത്താത്ത തെരുവിളക്കുകൾ ഉടൻ റിപ്പയർ ചെയ്യുക, ഇൻഡോർ മാർക്കറ്റിന്റെ പണി ഉടൻ പൂർത്തീകരിക്കുക, സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ കെട്ടിടം പണി ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹമീദ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഞങ്ങളുടെ പ്രാദേശിക വികസന ഫണ്ട് ഞങ്ങൾക്ക് അനുവദിക്കുന്ന മറ്റ് ഫണ്ടുകൾ വെച്ചിട്ടാണ് ഈ മായാജാലങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി പെരിന്തൽമണ്ണ റോഡുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന ആരാ ബാക്കി? എത്ര പ്രാവശ്യം ഈ MLA എത്ര പ്രാവശ്യം നിരന്തരമായിട്ട് ഞങ്ങൾ നിയമസഭാകത്ത് കാണണല്ലേ എത്ര സബ്മിഷൻ ഈ റോഡുമായി ബന്ധപ്പെട്ട് കൊടുത്തു? ഈ മർച്ചന്റ് അസോസിയേഷൻ ഇവർ എത്ര പ്രാവശ്യം MLA യോട് സമരം ചെയ്തു? നാട്ടുകാർ മുഴുവൻ സമരം ചെയ്തു. എത്ര കൊല്ലമായി സമരം തുടങ്ങിയിട്ട്? എന്താണ് ആ റോഡിന്റെ ശോച്യാവസ്ഥ? ഒരു ചലിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് നിർത്തി കളിച്ചാണ്, മിനിറ്റ് വെച്ച് കളിച്ചാൽ. പക്ഷെ ചെയ്യൂല. പ്രതിപക്ഷ വാർഡുകളുടെ സമീപനം, പ്രതിപക്ഷ MLA മാരുടെ സമീപനം ഗവൺമെന്റ് അങ്ങനെയാണ്. ഇത് UDF അല്ല, LDF ആണ്. ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, DC കമ്മിറ്റി അവരെന്താ പറയുന്നു അതാ പോയി ഭരണകൂടം നടപ്പിലാക്കുന്നത്. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇത്രയേറെ വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റി, ഇത്രയേറെ ബിൽഡിങ്ങുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി, ഇത്രയേറെ ടാക്സ് റെമിറ്റൻസ് ഉള്ള ഒരു മുനിസിപ്പാലിറ്റി, എന്നാൽ ആ മുനിസിപ്പാലിറ്റി ഒരുക്കിയ ഒരു ഫ്ളാറ്റിനകത്ത് നിന്ന് ഒഴുകി വരുന്ന കക്കൂസ് മാലിന്യം പോലും കുഴിച്ചുമൂടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയെ അല്ലേ കുഴിച്ചുമൂടേണ്ടത്? ഇതെന്തൊരു മുനിസിപ്പാലിറ്റിയാണ്? ഇവർക്ക് എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യം? ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട്? ജൂബിലി റോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ജൂബിലി റോഡിന്റെ പിറകിലെ അഴിമതി കഥകളെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ സ്വാഗതവും പ്രസിഡന്റ് പച്ചേരി നാസർ അധ്യക്ഷനുമായി. ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ, മണ്ഡലം പ്രസിഡന്റ് AK നാസർ, പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, കിഷേരി ബാപ്പു എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസിന് വിട നൽകി നാട്. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തെങ്കരയിലെ പനയാരംപിള്ളിൽ വീട്ടിലേക്ക് എത്തിയത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മരണവാർത്തയറിഞ്ഞ് നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, MLA AP അനിൽകുമാർ എന്നിവർ KPCCയുടെ അന്ത്യോപചാരം അർപ്പിച്ചു. എപ്പോഴും ഫോൺ ചെയ്യുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു ശ്രീ PJ പൗലോസ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അതുപോലെ മക്കൾ, ചെറുമക്കൾ, ബന്ധുമിത്രാദികൾ, അച്ഛനോട് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇടവക സമൂഹം, നല്ലവരായ നാട്ടുകാർ, അയൽവാസികൾ എല്ലാവരുടെ ഒപ്പം ഞാനും ചേരുന്നു. എന്നോടൊപ്പം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും, അതുപോലെ തന്നെ ഷാഫി നേരത്തെ ഇവിടെയുണ്ട്, DCC പ്രസിഡന്റും മറ്റു നേതാക്കന്മാരും, KPC സെക്രട്ടറി ചന്ദ്രനും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഇന്നലെ KC വേണുഗോപാൽ ഈ വിവരം അറിഞ്ഞ് അനുശോചനം അറിയിക്കാൻ AICCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും ഇന്നലെ പാറ്റ്നയിലായിരുന്നു മീറ്റിങ്ങിൽ, അവിടെ വെച്ചാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നാട്ടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. KPCC പ്രസിഡന്റ് എത്തുന്നതിന് മുൻപ് തന്നെ ഷാഫി പറമ്പിൽ MP വീട്ടിലെത്തി കാത്തുനിന്നിരുന്നു. ഷാഫി പറമ്പിൽ MP പൗലോസിന്റെ ഭാര്യ ലീലാമ്മയെ ആശ്വസിപ്പിച്ചു. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് താൻ മണ്ണാർക്കാട്ടേക്ക് ഓടിയെത്തിയതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. CPM മുതിർന്ന നേതാവ് AK ബാലൻ പൗലോസുമായുള്ള തന്റെ അടുത്ത ബന്ധം അനുസ്മരിച്ചു. വളരെ കാലഘട്ടത്തെ ബന്ധം പൗലോസുമായി എനിക്കുണ്ടായി. വിശ്വസിച്ച പ്രസ്ഥാനത്തെ
പ്രതിബദ്ധതയോടുകൂടി ആത്മാർത്ഥമായി മരണം വരെ സേവിച്ച ഒരു മാതൃക പൊതുപ്രവർത്തകനാണ് നമ്മെ വിട്ടുവരുന്നത്. അദ്ദേഹത്തോടൊപ്പം CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പൗലോസ് നേതാവേ, ഇല്ല അങ്ങ് മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലം RS റോഡിൽ പുലിയെ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവർ. കാൽപ്പാടുകൾ പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വിദഗ്ധ പരിശോധനയ്ക്കായി കാൽപ്പാടുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം RS റോഡിൽ പുലിയെ കണ്ടെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിക്ക് പിന്നാലെ ആശങ്കയിൽ നാട്ടുകാർ. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാൽപ്പാടുകൾ വിശദമായി പരിശോധിച്ചു. വിദഗ്ധ പരിശോധനയ്ക്കായി കാൽപ്പാടുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രാഥമിക നിഗമനത്തിൽ കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാനാണ് സാധ്യതയെന്ന് വനംവകുപ്പ് അറിയിച്ചു. CCN ഒറ്റപ്പാലം. CPIM-ന് ഈശ്വരവിശ്വാസമുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സർക്കാരിന്റെ ശബരിമല നിലപാട് ആചാരമൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. യുവതി പ്രവേശന കാലത്ത് പ്രതിഷേധക്കാർക്ക് എതിരെ കേസെടുത്ത സർക്കാരാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാരിന്റെ നിലപാടുകളാണ് ശബരിമലയിലെ വിശ്വാസ ആചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്ത നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഗവൺമെന്റ് ആ സമീപനം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കണം, അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിലെ സമരരംഗത്തേക്ക് വരികയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാര് അതിനുവേണ്ടി പദയാത്ര നടത്തി, ജാഥകൾ സംഘടിപ്പിച്ചു, ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി, സമരങ്ങൾ സംഘടിപ്പിച്ചു. ആ സമരങ്ങളിലെ പലരെയും പ്രതിയേർത്ത് പോലീസ് കേസെടുത്തു. പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ്. അവരതിനൊന്നും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ശബരിമല വിഷയത്തിൽ അവര് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായില്ല. ഇപ്പോൾ അവര് നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും UDF-ഉം അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. NSS-ഉമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത്. അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കും. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തിൽ വിശ്വേഷ് സ്വാമിനാഥൻ അവതരിപ്പിച്ച കച്ചേരി ശ്രദ്ധേയമായി. R സ്വാമിനാഥൻ വയലിനിലും പാലക്കാട് മഹേഷ് കുമാർ മൃദംഗത്തിലും തൃപ്പുണിത്തുറ കണ്ണൻ ഘടത്തിലും പിന്തുണയേകി.
പാലക്കാട് ആർ സ്വാമിനാഥനെ ചെർപ്പുളശ്ശേരിയിലെ നവരാത്രി സംഗീതവേദിക്ക് ഏറെ പരിചയമാണ്. മകനായ വിശ്വേഷ് സ്വാമിനാഥനാണ് വ്യാഴാഴ്ച പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തിൽ പ്രധാന കച്ചേരി അവതരിപ്പിച്ചത്. ആത്മവിശ്വാസത്തോടെ ആധികാരികമായി പാടുന്ന വിശ്വേഷ് ആസ്വാദകരുടെ മനസ്സ് നിറച്ചു. CCN ചെർപ്പുളശ്ശേരി. പൊന്നാനിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് 2025 സെപ്റ്റംബർ 27 എരമംഗലത്ത് തുടക്കം കുറിക്കുമെന്ന് പൊന്നാനിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പി നന്ദകുമാർ MLA പറഞ്ഞു. സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനം അടിത്തറ പാകിയതിൽ ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തി വേണ്ടത്ര അത് പരിഗണിക്കപ്പെടാതെ പോയിട്ടൊരു വ്യക്തിയാണ് ഇവിടെ. അദ്ദേഹം 35-ാമത്തെ വയസ്സിൽ മരിച്ചു, 56 മുമ്പ്. നമുക്ക് അപ്പോൾ അതിന് മുമ്പ് നടത്തിയിട്ടില്ല. അതായത് 400ഓളം ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടുള്ള ഒരു കുടുംബത്തിന്, ഒരു പ്രഭുയുടെ മുമ്പൂടെ ജീവിച്ച കുടുംബത്തിന് ഇറങ്ങി വന്ന് ഒരു ആ കാലഘട്ടത്തിനകത്ത് പിന്നെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി വലിയ തോതിൽ ഇടപെട്ട് ബോംബെയിൽ അദ്ദേഹം പഠിച്ചിരുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ ആ കാലത്ത് ബന്ധപ്പെട്ടു. അദ്ദേഹം ചെയ്തെന്താ അവിടെ ബഹുജനങ്ങളെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തണമെങ്കിൽ ആദ്യം അധസ്ഥിതി വിഭാഗത്തെ അടക്കം രംഗത്ത് കൊണ്ടുവരും. സെപ്റ്റംബർ 27, ഒക്ടോബർ 4, 5 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത്. എരമംഗലം കൂടാതെ പൊന്നാനി, ചങ്ങരക്കുളം എന്നിവിടങ്ങളിലും ത്രിദിന സാംസ്കാരികോത്സവം നടക്കും. പൊന്നാനിയുടെ സാംസ്കാരിക ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടയിൽ നിർണായക പങ്കുവഹിച്ച കൊളാടി ബാലകൃഷ്ണൻ എന്ന കൊളാടി ഉണ്ണി, EK ഇമ്പിച്ചിബാവ, P ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സ്മരണാർത്ഥം കൂടിയാണ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 27 ശനിയാഴ്ച എരമംഗലം കോതമുക്ക് PV റീജൻസി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3 വന്നേരിയുടെ വെളിച്ചം എന്ന പേരിൽ കൊളാടി ബാലകൃഷ്ണൻ അനുസ്മരണം നടക്കും. പരിപാടി റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 4 പൊന്നാനി AV ഹൈസ്കൂളിൽ പൊന്നാനിയുടെ സമരവഴികൾ എന്ന പേരിൽ നടക്കുന്ന EK ഇമ്പിച്ചിബാവ അനുസ്മരണം കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 5 മുക്കുതല ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്മരണകളുടെ പൂമുഖം എന്ന പേരിൽ നടക്കുന്ന P ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണവും സാംസ്കാരിക സദസ്സും കലാപരിപാടികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പൊന്നാനി PWD റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു, പൊന്നാനി നഗരസഭ മുൻ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. CCN മലപ്പുറം. മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന CDSകളുടെ ISO പ്രഖ്യാപനം 26 രാവിലെ 10 കോട്ടയ്ക്കൽ PM ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും. മന്ത്രി V അബ്ദുറഹ്മാൻ അംഗീകാരങ്ങൾ പ്രഖ്യാപിക്കും. നമ്മുടെ ജില്ലയിൽ 111 CDSകളുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ 59 CDSകൾ ISO നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം, ജില്ലാതല പ്രഖ്യാപനം നമ്മൾ ഈ ഓഗസ്റ്റ് ഈ മാസം 26-ാം തീയതി PM ഓഡിറ്റോറിയത്തിൽ, കോട്ടയിൽ PM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നിർവഹിക്കുകയാണ്.
ആദ്യഘട്ടത്തിൽ കുടുംബശ്രീയുടെ ജില്ലയിൽ കീഴിലുള്ള 59 CDSകൾക്ക് പ്രവർത്തന സംവിധാനത്തിന്റെ ഗുണമേന്മയ്ക്കുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ സർട്ടിഫിക്കേഷൻ അംഗീകാരം നൽകുന്നത് CDSകളുടെ പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണ ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് സംതൃപ്തിയോടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കിയതിനാണ് അംഗീകാരം. ഈ സാമ്പത്തിക വർഷം ബാക്കിയുള്ള CDSകൾക്ക് കൂടി ISO അംഗീകാരം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട നിലയിലായെങ്കിലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ അവരുടെ പ്രവർത്തന മികവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സേവന മികവ്, ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവ്, നമ്മുടെ ഉപഭോക്താക്കളുമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ മികവ്, ഇതെല്ലാം കണക്കിലെടുത്ത് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സുതാര്യത ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ISO 9001/2015 അതാണ് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ TV പ്രസാദ്, M. താജുദ്ദീൻ, R. ഗിരീഷ്, PS. റികേഷ്, P. റനീഷ് എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം 6ാം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 26-27 തീയതികളിൽ തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ഹാളിൽ നടക്കും. 27 രാവിലെ 10 മണിക്ക് ദിലീപ് മുഖർജി നഗറിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കത്തിനെതിരെ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്ന സെമിനാർ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 26 വൈകിട്ട് 4:30 ടൗൺഹാളിന് മുൻവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ രാജ്യസഭാംഗം ഡോക്ടർ V. ശിവദാസൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഓൾ ഇന്ത്യ റീജിയണൽ റൂറൽ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് C. രാജീവൻ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കും. സെപ്റ്റംബർ 27 രാവിലെ 10 മണിക്ക് ദിലീപ് മുഖർജി നഗറിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രൊഫസർ M. നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 450 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ ഈ സെമിനാർ നമ്മൾ 26-ാം തീയതി സെമിനാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പബ്ലിക്കിനോട് പറയാനുള്ളത്, അതായത് ഹാൾ മീറ്റിംഗ് പറഞ്ഞാൽ പൊതു കേൾക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് തിരൂർ വരുന്ന ആൾക്കാർ, അതുപോലുള്ള ആൾക്കാരോട് അതിന്റെ സെമിനാറാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട രാജ്യസഭാ മെമ്പർ ശിവദാസൻ അവർകളാണ്, ഡോക്ടർ ശിവദാസൻ അവർകളാണ്. അതിൽ ബഫി ദേശീയ പ്രസിഡന്റും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ARRBയുടെ ദേശീയ പ്രസിഡന്റും ആണ് പങ്കെടുക്കുന്നത്. പിറ്റേ ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ ഏകദേശം 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ M. നാരായണൻ. നാരായണൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വാഗ്മിയും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ നേടിയ ആളാണ്. ഉക്കാസയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് സനൽ ബാബു, ബഫിയുടെ ജില്ലാ സംസ്ഥാന പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ബിഗേഷ് ഉണ്ണിയാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ARRBയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. KT ബാബു. ഞങ്ങൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു സംഘടന കേരളത്തിലുണ്ട്, AKBR. സംസ്ഥാന പ്രസിഡന്റ് C. ഗോവിന്ദൻകുട്ടി, ജില്ലാ പ്രസിഡന്റ് CV. ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി MV. സത്യനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം സെൻട്രൽ സഹോദയ CBSE സ്കൂൾ ജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ ISS സീനിയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാവും. ജില്ലയിലെ 85 CBSE സ്കൂളുകളിൽ നിന്നായി 6000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കലോത്സവത്തിന്റെ ഭാഗമായുള്ള ലിറ്റററി വ്യക്തിഗത മത്സരങ്ങൾ 4 മേഖലകളിലായി സെപ്റ്റംബർ 18, 20 തീയതികളിൽ പൂർത്തിയായി. CBSE മാനേജ്മെന്റ് അസോസിയേഷനുമായി സഹകരിച്ച് നടത്തുന്ന കലോത്സവത്തിൽ ഇനിയുള്ള 2 ദിവസങ്ങളിലായി 8 വേദികളിലായി അരങ്ങേറും. ആദ്യ ദിനം രാവിലെ 8:30 മത്സരങ്ങൾ ആരംഭിക്കും. 10 മണിക്ക് മേളയുടെ ഉദ്ഘാടനം ഡോക്ടർ MP അബ്ദുസമദ് MP നിർവഹിക്കും. തുടർന്ന് മാർഗംകളി, ദഫ്മുട്ട്, കോൽക്കളി, സംഘനൃത്തം, ഭരതനാട്യം, നാടോടി നൃത്തം, തബല, ഫ്ലൂട്ട്, വയലിൻ, ആങ്കറിംഗ്, മൃദംഗം, നാടൻപാട്ട്, സംഘഗാനം എന്നിവ നടക്കും. ശനിയാഴ്ച വെസ്റ്റേൺ കൺസേർട്ട്, തിരുവാതിരക്കളി, ഒപ്പന, ഓട്ടൻതുള്ളൽ, മോഹിനിയാട്ടം, മൂകാഭിനയം, ഇംഗ്ലീഷ് നാടകം, ദേശീയഗാനം എന്നീ മത്സരങ്ങളും നടക്കും. പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മേഖലാതല മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ തിരൂർ MES 1298 പോയിന്റുമായി ഒന്നാമതാണ്. ഏറ്റവും വലിയൊരു മേളയാണ് സെൻട്രൽ സഹോദയ നടത്താറുള്ളത്. കഴിഞ്ഞ വർഷം ഇത് തിരൂരാണ് നടന്നത്, തിരൂർ MES സ്കൂളിലാണ്. 2016-17 വർഷം ഇത് കോവിഡിന് മുമ്പ് വളരെ വിപുലമായ ഒരു മേള ISSൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ മേളയിലേക്ക് വരുന്നത്. നമ്മൾ ഈ വർഷം ജില്ലയിലെ CBSE വിദ്യാലയങ്ങളിലെ കുട്ടികൾ ധാരാളമുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ അവസരം ഒരുക്കുക എന്നുള്ളതാണ് CBSE
വിഭാവനം ചെയ്തിട്ടുള്ള സഹോദരിയുടെ ഉദ്ദേശ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഞങ്ങളിത് വലിയ മേഖലകൾ തിരിച്ചിട്ട് ധാരാളം ഇവന്റുകൾ നടത്തി. അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവന്റുകളാണ് സ്റ്റേജ് മത്സരങ്ങൾ. 8 വേദികളിലായിട്ട് 2 ദിവസം നമ്മൾ പ്രോഗ്രാം നടക്കുന്നു. വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ കലോത്സവത്തിൽ ആകെ 6000-ഓളം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കലോത്സവ കമ്മിറ്റി ചെയർമാൻ AV അബ്ദുൾ റഫീഖ്, ജനറൽ കൺവീനർ നൌഫൽ പുത്തൻ പീഡിയക്കൽ, സഹോദയ ജനറൽ സെക്രട്ടറി CC അനീഷ് കുമാർ, ISS ട്രഷറർ CM മുഹമ്മദ് മുസ്തഫ, ISS സ്കൂൾ മാനേജർ KT ഹൈദർ, സഹോദയ ട്രഷറർ മനോജ് മാത്യു, ഭാരവാഹികളായ സുരേന്ദ്രൻ, അബ്ദുസമദ്, ഫാദർ ജീവൻ ജോസഫ്, ഫാദർ തോമസ് ജോസഫ് എന്നിവർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്ത് മങ്കട പോലീസ്. മങ്കട ടൗണിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിലാണ് ഇവർ പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടത്തിവന്നത്. മങ്കട കടന്നമണ്ണ സ്വദേശികളായ മേലെടുത്ത് ബാസിം, കണ്ണൻപറമ്പിൽ നൌഫൽ എന്നിവരെയാണ് ഡാൻസ് ഓഫ് സ്ക്വാഡും പോലീസും നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, മങ്കട ഇൻസ്പെക്ടർ അശ്വത് S കാൺമയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് SI ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. മുക്കിൽ ചേരിയം ഭാഗത്തു നടത്തിയ പരിശോധനയിൽ 5 ഗ്രാമിലധികം MDMA-യുമായി കാർ സഹിതമാണ് യുവാക്കളെ പിടികൂടിയത്. മങ്കട ടൗണിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിലാണ് ഇവർ പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടത്തിവന്നത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മങ്കട ഇൻസ്പെക്ടർ അശ്വത് S കാൺമയിൽ അറിയിച്ചു. ബാസിമിന്റെയും നൌഫലിന്റെയും പേരിൽ അടിപിടി കേസുകളും നിലവിലുണ്ട്. ബാസിമിന്റെ പേരിൽ തിരൂരങ്ങാടി, മങ്കട സ്റ്റേഷനുകളിൽ NDPS കേസുകളും ഉണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിൽ. നഗരസഭ പട്ടണത്തിൽ സജ്ജമാക്കിയ CCTVകളും മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ RRF കെട്ടിട സമുച്ചയവും മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. മലപ്പുറം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്ത് മങ്കട പോലീസ്. മങ്കട ടൗണിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിലാണ് ഇവർ പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടത്തിവന്നത്. ഒറ്റപ്പാലം RS റോഡിൽ പുലിയെ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവർ. കാൽപ്പാടുകൾ പരിശോധന നടത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വിദഗ്ധ പരിശോധനയ്ക്കായി കാൽപ്പാടുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. CPIM-ന് ഈശ്വരവിശ്വാസമുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സർക്കാരിന്റെ ശബരിമല നിലപാട് ആചാരമൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. യുവതീ പ്രവേശന കാലത്ത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത സർക്കാരാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ നഗരസഭ കാര്യാലയത്തിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PT ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.